നിന്നും വീണ്ടും ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപാരികളുടെ RDO ഓഫീസ് മാർച്ച് വ്യാഴാഴ്ച. പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണെന്ന് വ്യാപാരികൾ. വടകര ലിങ്ക് റോഡിൽ നിന്നും വീണ്ടും ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപാരികളുടെ RDO ഓഫീസ് മാർച്ച് വ്യാഴാഴ്ച. വടകരയിലെ വ്യാപാര മേഖലയെ വീണ്ടും തളർത്തരുത്. ബസ് റൂട്ട് മാറ്റത്തിനെതിരെ വടകരയിലെ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. ലിങ്ക് റോഡിലേക്ക് വീണ്ടും ബസ് സർവീസ് മാറ്റാൻ ജില്ലാ കളക്ടറും KK രമ MLAയും വിളിച്ച യോഗത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. വർഷങ്ങളായുള്ള സമരങ്ങൾക്കൊടുവിൽ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റി സ്ഥാപിച്ച ബസ് സർവീസുകൾ വീണ്ടും ലിങ്ക് റോഡിലേക്ക് മാറ്റുന്നത് പ്രദേശത്തെ കച്ചവട മേഖലയെ തകർക്കുമെന്നാണ് വ്യാപാരികളുടെ ആരോപണം. ദേശീയപാത വികസനത്തിന്റെ പേര് പറഞ്ഞുള്ള ഈ റൂട്ട് മാറ്റം കോട്ടപ്പറമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വ്യാപാരത്തെ വീണ്ടും നിശ്ചലമാക്കും. മുൻപ് ബസ് സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് 4ഓളം അപായ മരണങ്ങൾ നടന്ന 11ഓളം വളവുകളുള്ള ഈ ഇടുങ്ങിയ റോഡിലേക്ക് വീണ്ടും ബസ്സുകൾ തിരിച്ചുവിടുന്നത് സുരക്ഷാ ഭീഷണിയാണെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചതായി വ്യാപാരികൾ പറയുന്നു. പുതിയ തീരുമാനത്തിനെതിരെ വടകരയിലെ മുഴുവൻ കച്ചവടക്കാരെയും അണിനിരത്തി വൻ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാര വ്യവസായ സമിതിയും. വ്യാഴാഴ്ച രാവിലെ വടകരയിലെ മുഴുവൻ വ്യാപാരികളെയും അണിനിരത്തിക്കൊണ്ട് RDO ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് ഇവരുടെ തീരുമാനം. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളിലേക്ക് കടക്കുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. ഒരു യോഗമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. ഇന്നലെ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങൾ വീണ്ടും ലിങ്ക് റോഡിലേക്ക് മാറ്റുന്നതായിട്ടുള്ള ഒരു വാർത്ത വന്നിരുന്നു. കഴിഞ്ഞ 6 വർഷമായിട്ട് വടകരയിലെ ജനങ്ങൾ ദുരിതമനുഭവിച്ചത് ഈ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു. വടകര മുനിസിപ്പാലിറ്റി ഈ തവണ അധികാരമേറ്റതിന് ശേഷം ആദ്യമായി വ്യാപാര മേഖലക്കും ജനങ്ങൾക്കും വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു കഴിഞ്ഞ 6 വർഷമായിട്ട് ലിങ്ക് റോഡിലുള്ള ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റിയത്. അത് വീണ്ടും നാഷണൽ ഹൈവേയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു. കഴിഞ്ഞ 7 വർഷമായിട്ടുള്ള നിരന്തരമായ സമരത്തിലൂടെ മാറ്റപ്പെട്ട ഈ ബസ് തിരിച്ചിങ്ങോട്ട് വരുന്നതോടുകൂടി കോട്ടപ്പറമ്പ് എന്ന സ്ഥലം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് തന്നെ കലക്ടർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. വടകര MLA ഈ ഒരു കാര്യത്തിന് കലക്ടർക്ക് നിർദ്ദേശം കൊടുക്കണം. പഴയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിലവിലുള്ള സ്ഥലത്ത് തന്നെ അതിൻ്റെ യാത്ര അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാക്കുക. ലിങ്ക് റോഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാണ്ട് 600ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള ഒരു സംവിധാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതില്ലാതെയായി മാറും. മാത്രവുമല്ല, ഈ ബസ് നേരത്തെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 4ഓളം മരണങ്ങൾ നടന്ന ഒരു സ്ഥലമായിരുന്നു അത്. 900 മീറ്ററിൽ 11 വളവുള്ള ഈ റോഡ് ശരിക്കും മറ്റു വാഹനങ്ങൾ വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല നേരത്തെ പഠനങ്ങൾ തെളിയിച്ചതാണ്. ആ സ്ഥലത്തേക്ക് തന്നെയാണ് വീണ്ടും ഈ ബസ്സുകൾ മാറാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. വടകരയിലെ വ്യാപാരി സമൂഹം ഒറ്റക്കെട്ടായി ഈ തീരുമാനത്തിൽ പ്രതിഷേധം അറിയിക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ 10:30 വടകര മർച്ചന്റ് അസോസിയേഷൻ ഓഫീസിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് RDO ഓഫീസിൽ അവസാനിക്കുന്നു. മാർച്ചിൽ വടകരയിലുള്ള മുഴുവൻ കച്ചവടക്കാരും പങ്കെടുക്കുന്നതായിരിക്കും. ഇന്നലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ എടുത്ത തീരുമാനമാണ് ബസ്സിനെ വീണ്ടും ലിങ്ക് റോഡിൽ തന്നെ പുനഃസ്ഥാപിക്കുക എന്നത്. 6-7 വർഷക്കാലം ബസ് ലിങ്ക് റോഡിൽ നിന്നും ലിങ്ക് റോഡിലായിരുന്നു. അതുമൂലം വ്യാപാര മേഖല വളരെയധികം തകർച്ചയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. കോട്ടപ്പറമ്പാകെ ഉണങ്ങിയ അവസ്ഥയിലാക്കിയത് ഈ ഒരു തീരുമാനത്തിലായിരുന്നു. അത് വീണ്ടും സ്റ്റാൻഡിലേക്ക് വന്നതോടുകൂടി ബസ് വീണ്ടും സ്റ്റാൻഡിലേക്ക് തന്നെ പുനഃസ്ഥാപിച്ചതോടുകൂടി വ്യാപാര മേഖലയും അതുപോലെ തന്നെ ടൗണും സജീവമാവുകയും ചെയ്തു. അത് വീണ്ടും ലിങ്ക് റോഡിലേക്ക് തന്നെ സ്ഥാപിക്കുന്നതോടുകൂടി വീണ്ടും വ്യാപാര മേഖല തകർച്ചയിലേക്കാണ് എത്തിപ്പെടുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മറ്റന്നാൾ നടക്കുന്ന വ്യാഴാഴ്ച നടക്കുന്ന RDO ഓഫീസ് മാർച്ച് മുഴുവൻ വ്യാപാര പങ്കാളിത്തവും ഉണ്ടായിരിക്കും. എല്ലാ വ്യാപാരികളും ഒറ്റക്കെട്ടായിട്ടാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ മാർച്ചിൽ ശാശ്വതമായ പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് പിന്നീട് നീങ്ങുന്നതായിരിക്കും.